നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണ്ണയങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു സംഘടനാ രീതിക്കും നിരക്കാത്ത ഒരു മൊറാലിറ്റിക്ക് ചേരാത്ത തീരുമാനമാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ വന്നപ്പോൾ പറഞ്ഞു, ഇനി ഈ പാർട്ടിയിൽ നിൽക്കാൻ എനിക്ക് സാധിക്കില്ല, ഞാൻ ഈ പാർട്ടിയായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാം. ഞാൻ വേണ്ടി വന്നാൽ തളിപ്പറമ്പ് മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ചുകൊണ്ട് ഇതിനെ ഞാൻ പ്രതിഷേധിക്കും. ഞങ്ങൾ ഒരു ശക്തമായി ഒരു ഫൈറ്റിന് തയ്യാറാണെന്ന് ആദ്യം മുതൽ പറയുന്നതാണ്. ഒരു റെപ്രസെൻറ്റേറ്റീവ് ലിസ്റ്റായിട്ട് ആണ് ഈ ആദ്യത്തെ ലിസ്റ്റ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. സീരിയസ് ഇലക്ഷനാണ്. മാറ്റം തുടങ്ങാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. മാറ്റം തുടങ്ങണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. CPM-ഉം കോൺഗ്രസ് രണ്ടല്ല, അവർ ഒന്നാണ്. അത് ഏത് കാര്യം ഏത് ക്രൈറ്റീരിയ നോക്കിയാൽ അവർ ഒന്നാണ്. വേറെ പണിയൊന്നുമില്ല. നിങ്ങൾ തെറ്റായ വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുക. നിങ്ങളുടെ ക്രെഡിബിലിറ്റി കളയണ്ട. നിങ്ങൾ തെറ്റായ വാർത്തകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊന്നും അല്ല കാര്യം. നിങ്ങൾ വഷളായി നിങ്ങളുടെ വിശ്വാസം. നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നേരത്തെ നിലയുറപ്പിച്ച് അതിവേഗം മുന്നേറുന്ന CPIM-നേറ്റ കനത്ത പ്രഹരമാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ പരസ്യമായി ആരോപണങ്ങൾ നിരത്തി പാർട്ടി വിട്ടത്. വികസനം മാത്രം ചർച്ചയാക്കി മൂന്നാം ഊഴം ഉറപ്പിക്കാനുള്ള ഇടതുമുന്നണിയുടെ നീക്കങ്ങൾക്ക് G സുധാകരനും ഐഷ പോറ്റിയും TK ഗോവിന്ദനും PK ശശിയും ഉൾപ്പെടെയുള്ള നേതാക്കളുടെ വിമത സാന്നിധ്യം വെല്ലുവിളിയാകും. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയാക്കി ഗോതയിലിറങ്ങാൻ UDF-ന് മുന്നിലെ പ്രതിസന്ധികളും ചെറുതല്ല. വോട്ടെടുപ്പ് തീയതി പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന പ്രതിപക്ഷ നേതാവിന്റെ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല. ആദ്യഘട്ട പട്ടിക പുറത്തിറക്കി BJP തെരഞ്ഞെടുപ്പ് കളത്തിൽ കാലെടുത്തു വെച്ചെങ്കിലും BDJS 2020 എന്നിവരുടെ കാര്യത്തിൽ വ്യക്തതയായിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ മുന്നണികളുടെ പുതിയ നീക്കങ്ങൾ വിലയിരുത്തുകയാണ് ഇന്ന് എൻകൗണ്ടർ. പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മുടെ അതിഥികൾ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A ജയശങ്കർ, മാധ്യമപ്രവർത്തകൻ ശ്രീ N ശ്രീകുമാർ, മാധ്യമപ്രവർത്തകൻ ശ്രീ KJ ജേക്കബ്, ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ മിഥുൻ വിജയകുമാർ എന്നിവരാണ്. ജയശങ്കർ സർ, ഇടതുമുന്നണി പ്രത്യേകിച്ച് CPIM-ഉം CPI-യും വളരെ വേഗം തന്നെ അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടത്തി പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങി സജീവമായി. അവരുടെ റോഡ് ഷോകൾ തുടങ്ങി. സ്ഥാനാർത്ഥികൾ ജനങ്ങളെ നേരിട്ട് കണ്ടു തുടങ്ങി. വികസനമാണ് ഇത്തവണ ഞങ്ങളുടെ മുദ്രാവാക്യം എന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതൊക്കെ നടക്കുമ്പോൾ ഇന്നിതാ തളിപ്പറമ്പിൽ നിന്ന് പാർട്ടിക്കെതിരെ ഒരു വലിയ ശബ്ദമുയർന്നിരിക്കുന്നു. അത് TK ഗോവിന്ദൻ്റെതാണ്. കേവലമായിട്ടുള്ള ആരോപണങ്ങളല്ല, കാര്യങ്ങൾ എണ്ണി പറഞ്ഞ് എങ്ങനെയാണ് സംസ്ഥാന പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് പിന്നിൽ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങൾ, അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. ഇവിടെ തെക്ക് G സുധാകരൻ ഇതുപോലെ കലാപക്കൊടി ഉയർത്തി, അവിടെ PK ശശി ഉയർത്തി, കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയുണ്ട്. ഇങ്ങനെ പാർട്ടിയിൽ ദീർഘകാലം പതിറ്റാണ്ടുകൾ പാർട്ടിയുടെ ഭാഗമായി നിന്ന കമ്മ്യൂണിസ്റ്റുകളായി നിന്ന ആളുകൾ പാർട്ടി വിട്ട് പാർട്ടി നേതൃത്വത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. കുലംകുത്തികളെന്നും വർഗവഞ്ചകരെന്നുമൊക്കെ എന്ന വിശേഷണത്തോടെ അവരെ ജനങ്ങൾ തള്ളിക്കളയും എന്നാണ് പാർട്ടി നേതൃത്വം പറയുന്നത്. ഈ വിമത നീക്കത്തെ നിസ്സാരമായി തള്ളിക്കളയാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-ന് കഴിയുമോ? ജയശങ്കർ സാർ, താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? ഇത് ഒറ്റപ്പെട്ട ഒരു പ്രതിഭാസമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഈ പേരെടുത്ത് പറഞ്ഞ ആളുകൾ മാത്രമല്ല, വേറെയും പല ആളുകളും ഇതുപോലെ ദുഃഖിതരായിട്ട് നിരാശരായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഐഷ പോയി അവർ കുറച്ച് നേരത്തെ പോയി, തെരഞ്ഞെടുപ്പ് കുറേ നേരത്തെ തന്നെ, 1-2 മാസം മുമ്പ് തന്നെ അവർ CPM-ഉമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു. അവർ കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അവർ കൊട്ടാരക്കരയിൽ മത്സരിക്കുമെന്നുള്ള അന്ന് തന്നെ ഉറപ്പായിരുന്നു. അവർക്കുള്ള ഒരു മേന്മ എന്ന് പറഞ്ഞാൽ അഴിമതിക്കാരിയല്ലാത്ത ജനങ്ങൾക്ക് പൊതുവെ പ്രാപ്തിയായിട്ടുള്ള ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ പേരെടുത്ത ഒരു വ്യക്തിയാണ്. അല്ലാതെ വലിയ വിശേഷണങ്ങളൊന്നും അവർക്കില്ല. വികസന നായിക അല്ലെങ്കിൽ വലിയ ഭരണകർത്താവ്, വളരെ കാലത്തെ പ്രവർത്തന പരിചയമുള്ള ഒരു ധീര സഖാവ്, അങ്ങനെയൊന്നും ഒരു ഗൗരിയമ്മയായിട്ടോ സുശീല ഗോപാലായിട്ടൊന്നും നമ്മുടെ ഈ ഐഷ പോറ്റി ആരും കണ്ടല്ല. പക്ഷേ അവരുടേതായ ഒരു തലത്തിൽ സ്വീകാര്യതയുള്ള ഒരാളാണ്. അപ്പോൾ പ്രാദേശികമായിട്ടുള്ളൊരു വിഷയമാണ് എന്ന് വിചാരിക്കാം.
പി.കെ. ശശി പോയത് അത് സത്യത്തിൽ CPM-ന് ഗുണകരമായി എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. കാരണം ശശിയെ പോലുള്ള ആളുകളെയൊക്കെ എത്ര ആളിച്ചു കൊണ്ടുനടക്കാൻ പറ്റും, അത് വേറെ വിഷയമാണ്. ഇവിടെ CC മുകുന്ദൻ പോയതും നമുക്ക് മനസ്സിലാക്കാം, അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല. സാധു മനുഷ്യനാണ്, ജീവിക്കാൻ തൊടുത്തില്ലാത്ത ആളാണ്. ഒരു ടൈം കൂടി കിട്ടുമെന്ന് വിചാരിച്ചു, കിട്ടിയില്ല. അതിൻ്റെ ഒരു പൊട്ടിത്തെറിയായിട്ട് കണ്ടാൽ മതി. മറിച്ച് ഈ സുധാകരൻ പോയത് സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. കാരണം സുധാകരൻ പോയെന്ന് പറഞ്ഞാൽ എത്രയോ കൊല്ലത്തെ പ്രവർത്തന പരിചയമുള്ള ആളാണ്. 4 തവണ MLA ആയി, 2 തവണ മന്ത്രിയായ ആളാണ്. അങ്ങനെ ഒരാൾ വ്യക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, അതും പാർട്ടിക്കകത്ത് അദ്ദേഹം നേരിടേണ്ടി വന്ന അവഹേളനങ്ങളും അവഗണനയും എണ്ണിപ്പറഞ്ഞുകൊണ്ട് പാർട്ടി വിട്ടു പോവുകയാണ്. അത് തീർച്ചയായിട്ടും വലിയ പ്രകമ്പനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സംസ്ഥാനത്തെമ്പാടും, അമ്പലപ്പുഴയിൽ മാത്രമല്ല. ഐഷാപൂരിയുടെ പ്രാദേശികമായൊരു വിഷയമാണ്. മറ്റത് സംസ്ഥാന വ്യാപകമായിട്ട് ഏറ്റവും കുറഞ്ഞ ആലപ്പുഴ ജില്ലയിലെങ്കിലും വലിയ പ്രകമ്പനം സൃഷ്ടിക്കാവുന്ന ഒരു പിന്മാറ്റമാണ് ശ്രീ സുധാകരൻ നടത്തിയിട്ടുള്ളത്. ഏതാണ്ട് അതിനോട് കിടപിടിക്കുന്നു എന്നാണ് ഈ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കണ്ണൂർ ജില്ലയെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും പുതിയ വിഷയം അതായതുകൊണ്ടാണ്. ഇവിടെ 2 പ്രത്യേകതകളുണ്ട്. ഒന്ന്, കണ്ണൂർ ജില്ലയാണ് എന്നുള്ളതാണ്. ആലപ്പുഴ ജില്ലയിലോ കൊല്ലം ജില്ലയിലോ ഒരു പാർട്ടി സഖാവ് പാർട്ടി വിട്ട് വേറൊരു പാർട്ടിയിൽ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാം. ആ ജില്ലക്ക് അത്രയേ ഉള്ളൂ പ്രാധാന്യം. മറിച്ച് കണ്ണൂർ ജില്ല അങ്ങനെയല്ലല്ലോ, ഇതിൻ്റെ ഒരു ഉരുക്ക് കോട്ടയാണ്. ഈ CPIM-ൻ്റെ എപ്പി സെൻറ്റർ അല്ലെങ്കിൽ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂരിൽ നിന്നുള്ള നേതാക്കന്മാരാണ് ഏത് കാലത്ത് ഈ പാർട്ടിയെ നയിക്കുന്നത്, നിയന്ത്രിക്കുന്നത്. AKG മുതൽ AKG, EK നായർ, അഴീക്കോടൻ രാഘവൻ, ചടയൻ ഗോവിന്ദൻ, അതുപോലെ എത്രയോ നേതാക്കന്മാർ, പിണറായി വിജയൻ അടക്കം, കോടിയേരി ബാലകൃഷ്ണൻ, MP ഗോവിന്ദൻ വരെ. പിന്നെ പാർട്ടി സെക്രട്ടറി ഒന്നും ആകാൻ കഴിയാതെ പോയി EP ജയരാജൻ, P ജയരാജൻ, MP ജയരാജൻ, അങ്ങനെ ഒരുപാട് നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയുടെ ഒരു ഉരുക്കുകോട്ട എന്ന് പറയാവുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് സുധാകരൻ ഉയർത്തേക്കാളും ഗുരുതരമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട്, സുധാകരൻ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് പാർട്ടിക്കകത്ത് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഇത് പാർട്ടിയുടെ അടിത്തറയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വലിയ മാനിപ്പുലേഷൻ നടക്കും. അതേസമയത്ത് കഴിവും പ്രാപ്തിയുള്ള സുകന്യ പണ്ട് കേരള സർവകലാശാല യൂണിയൻ്റെ ചെയർപേഴ്സണായിട്ട് വന്ന് എനിക്കൊണ്ട് ആ സ്ഥാനത്തെത്തിയ ആദ്യത്തെ വനിതയാണ്. അവർ പിന്നീട് ജെയിംസ് മാത്യുവിനെ വിവാഹം കഴിച്ച് കണ്ണൂർക്ക് താമസം മാറ്റി. ആ സഖാവിൻ്റെ പേര് പരിഗണിക്കുന്നു, പത്രത്തിലൊക്കെ വന്നിരുന്നു, സുകന്യയെ പരിഗണിക്കുന്നു തളിപ്പറമ്പിൽ. പക്ഷേ അവസാനം വന്നപ്പോൾ ഗോവിന്ദൻ മാഷിൻ്റെ ഭാര്യ കൊടുത്തു. അവർ മറ്റു തരത്തിൽ കഴിവുള്ള സ്ത്രീയായിരിക്കും, ആണ് എന്ന് തന്നെയായിരിക്കും. അവർ വളരെ കാലമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ആന്തൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണായിരുന്നു. ഇതൊക്കെ ആണെങ്കിലും പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കുന്നു എന്ന ഒരു പരിപ്രേക്ഷ്യം നേരത്തെ തന്നെ അവിടെ ഉണ്ട്. അത് സഖാക്കളുടെ മനസ്സിലുമുണ്ട്. ഗോവിന്ദൻ മാഷ് സെക്രട്ടറി ആയിരുന്നുകൊണ്ട് ഭാര്യയ്ക്ക് മത്സരിക്കാൻ സീറ്റ് കൊടുക്കുന്നു. ഏതുപോലെ വെച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്നത് വിജയരാഘവനാണ്. വിജയരാഘവൻ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായ ബിന്ദുവിന് സീറ്റ് കൊടുത്തു. അങ്ങനെയാണ് ബിന്ദു ഇരിങ്ങാലക്കുടയിൽ നിന്ന് ജയിച്ചത്. അപ്പോൾ വിജയരാഘവൻ സഖാവ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കുന്നു, ഗോവിന്ദൻ സഖാവ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കുന്നു. ഒറ്റ കേൾവിയിൽ ശരിയല്ലേ? അതിലൊരു അന്യായമില്ലേ? എന്തുകൊണ്ട് പ്രവർത്തന പരിചയവും പാരമ്പര്യമുള്ള സുകന്യയെ പോലൊരു സഖാവ് അവിടെ ഉള്ളപ്പോൾ അവരെ പരിഗണിക്കാതെ ഈ തളിപ്പറമ്പ് പോലെ പാർട്ടിയുടെ ഉരുക്കുകോട്ടയായിട്ടുള്ളൊരു മണ്ഡലത്തിൽ ഗോവിന്ദൻ മാഷ് സ്വന്തം ഭാര്യയെ നിർത്തുന്നു. അതേസമയത്ത് ഉറച്ച സീറ്റിൽ നിന്ന് നമ്മുടെ ശൈലജ ടീച്ചറെ യാതൊരു ഉറപ്പുമില്ലാത്ത പേരാവൂർ സീറ്റിലേക്ക് മാറ്റുന്നു. അതിൽ വലിയൊരു അനീതിയില്ലേ? അത് ആ ഒരു അനീതി പൊതുവെ എല്ലാ ആളുകളുടെ മനസ്സിലുള്ളതാണ്. ഈ ശൈലജ ടീച്ചറോട് പ്രത്യേകിച്ച് വലിയ ഭക്തിയോ ബഹുമാനമോ ആദരവൊന്നും ഇല്ലാത്ത എനിക്ക് പോലും അതൊരു അന്യായമായിട്ടാണ് തോന്നിയത്. ഇപ്പോൾ വിജിൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് മത്സരിക്കാൻ സീറ്റ് കൊടുക്കും. ഈ ചെറുപ്പക്കാർക്ക് കൊടുക്കുമ്പോൾ ഫൈറ്റ് ചെയ്ത് ജയിക്കാവുന്ന സീറ്റിൽ സാധാരണ കൊടുക്കുക, അല്ലാതെ ഷുവർ സീറ്റാണോ? ഷുവർ സീറ്റ് കൊടുക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ ഷുവർ സീറ്റിലുണ്ടായിരുന്ന ശൈലജ ടീച്ചറെ ഒട്ടും തന്നെ ഷുവർ അല്ലാത്ത അൺസർട്ടനായിട്ടുള്ളൊരു സീറ്റിലേക്ക് മാറ്റുന്നു. എന്നിട്ട് ആ ഷുവർ സീറ്റ് ഒരു ചെറുപ്പക്കാരൻ നവാഗതിന് കൊടുക്കും. അത് ഒരു ന്യായമല്ലാത്ത പരിപാടിയാണ്. അതേ സമയത്ത് തന്നെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഗോവിന്ദൻ മാഷിൻ്റെ സഹധർമ്മിണി ശ്യാമള ടീച്ചർക്ക് വളരെ ഉറച്ച, അദ്ദേഹം തന്നെ ഇത്ര നാളും പ്രതികരിച്ചിരുന്ന തളിപ്പറമ്പ് സീറ്റ് കൊടുക്കും. അപ്പോൾ ഇത് മൊത്തത്തിൽ പാർട്ടിക്കാരുടെ ഇടയിൽ ഇത് ഒരു ചിന്താ വിഷയമാണ്. ഇത് പല സ്ഥലങ്ങളിലുണ്ട്. ഞാനിപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും എണ്ണിപ്പറയാത്തത് അതിന് സമയമില്ലാതെ നമ്മുടെ ഈ ചർച്ചയുടെ ഒരു പരിമിതി കൊണ്ടാണ്. ഇപ്പോൾ പൊന്നാനി സീറ്റ്, പൊന്നാനിയിൽ MK സക്കീർ എന്ന് പറഞ്ഞ നേരത്തെ PSC മെമ്പറായിരുന്ന, PSC ചെയർമാനായിരുന്ന, ഇപ്പോൾ വഖഫ് ബോർഡ് ചെയർമാനായിരിക്കുന്ന ആളെ അവിടെ കൊണ്ടുവന്നിട്ട് എയർലിഫ്റ്റ് ചെയ്യാണ്. അവിടെ തന്നെ എത്രയോ കൊല്ലങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് പാർട്ടിക്ക് വേണ്ടി ജയ് വിളിച്ച് മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അവരെക്കാൾ യോഗ്യനല്ല സക്കീർ എന്നല്ല പറഞ്ഞു. സക്കീർ യോഗ്യനായിരിക്കും,
മാത്രമല്ല BA പാസ്സായ വക്കീലാണ്, PSC ചെയർമാനായിരുന്ന ആളാണ്, പ്രധാനപ്പെട്ട പല പദവികളിലേക്കും നാളെ പരിഗണിക്കപ്പെട്ടേക്കാവുന്ന ആളാണ്. പക്ഷേ ഇത് സാധാരണക്കാരായ CPMകാർക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? അവർ നോക്കുമ്പോൾ ഒരാൾ എയർ കണ്ടീഷൻ ചെയ്ത മുറിയിൽ ഇരുന്ന് പ്രവർത്തിച്ച ആൾ ഇപ്പോൾ PSCയിൽ നിന്ന് വലിയ സംഖ്യ പെൻഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾ, ആ രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം പൊന്നാനിയിലെ സഖാക്കളെ ഞാൻ നിങ്ങളെ നയിക്കാമെന്ന് പറഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ഞാൻ പറഞ്ഞത് പാർട്ടിയുടെ മൊത്തത്തിലുള്ളൊരു വിശ്വാസ്യതയെ ബാധിക്കുന്ന വിഷയമാണ്. ഇപ്പോൾ ഒരു ആയിഷ പോറ്റി മാത്രമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പോട്ടെ എന്തായാലും. സിന്ധു ജോയി പോയില്ലേ, 2 തവണ CPMൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് സിന്ധു ജോയി പിന്നീട് കോൺഗ്രസിൻ്റെ ആളായിട്ട് മാറി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. സിന്ധു ജോയി ആ വഴിക്ക് പോയി, അത്രേ ഉള്ളൂ. അത്രയ്ക്കുള്ള പ്രാധാന്യം ഇവർക്കൊക്കെ ഉള്ളൂ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ. പക്ഷേ ഇതങ്ങനെയല്ല. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി കലാപക്കൊടി ഉയർത്തുന്നു, അമ്പലപ്പുഴയിൽ G. സുധാകരൻ പീരങ്കി വെടി പൊട്ടിക്കുന്നു. അതേ സമയത്ത് തന്നെ ഒറ്റപ്പാലത്ത് PK ശശി വിമതനാവും, നാട്ടികയിൽ മുകുന്ദൻ വിമതനാവും, ദേവികുളത്ത് വൈക്കത്ത് 2 തവണ MLA ആയിരുന്ന 3 തവണ MLA ആയിരുന്ന ആളുടെ അതെ എസ് രാജേന്ദ്രൻ പിന്നെ പാവം അദ്ദേഹം ജീവഭയം കൊണ്ട് BJPയിൽ ചേർന്ന ആളാണ്. പുള്ളി ഇങ്ങനെ ഒരു താത്വികമായ കാരണം കൊണ്ട് പോയതല്ല. എവിടെ MM മണിയുമായിട്ട് തെറ്റിയിട്ട് പിന്നെ CPMൽ നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ അദ്ദേഹം ഒരു പക്ഷേ കോൺഗ്രസിലേക്ക് പോയത്. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് ഇദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല. BJPക്കാർക്കാണെങ്കിൽ മസിൽ പവർ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കും എന്നുള്ളതുകൊണ്ട് പുള്ളി പോയതാണ്. അതൊക്കെ ഒറ്റപ്പെട്ട കേസായിട്ട് കണക്കാക്കിയാൽ മതി. പക്ഷേ ഈ G. സുധാകരൻ്റെയും അതുപോലെ തന്നെ TK ഗോവിന്ദൻ്റെയും അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് പാർട്ടിയുടെ ധാർമ്മികവും രാഷ്ട്രീയവുമായ അടിത്തറയെ ബാധിക്കും. അതുപോലെ മധുസൂദനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കും. അവിടെ ഈ ആരോപണം ഉന്നയിച്ച ആ സഖാവ് വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും എന്ന് കേൾക്കും. കുഞ്ഞികൃഷ്ണൻ. അപ്പോൾ അത് വലിയൊരു അപകടമല്ലേ? ഈ തെരഞ്ഞെടുപ്പിൽ CPMകാർക്ക് മറുപടി പറയാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള 2 കാര്യങ്ങൾ, ഒന്ന് പയ്യന്നൂര് രക്തസാക്ഷി ഫണ്ടിലെ തട്ടിപ്പും, മറ്റത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമാണ്. ഇത് രണ്ടിന് യാതൊരു ന്യായീകരണമില്ല. അതിൻ്റെ പുറത്താണ് ഇതുപോലെയുള്ള വികല്പങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് പാർട്ടി അഭിസംബോധന ചെയ്യേണ്ടതായിട്ട് വരും, ഇപ്പോഴല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടെങ്കിലും. ശരി, ശ്രീ KJ ജേക്കബ്, ഈ സ്ഥാനാർത്ഥികളെ വേഗം പ്രഖ്യാപിക്കുക, പെട്ടെന്ന് തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാവുക, ഈ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുക, ഇതൊക്കെ വളരെ ചുരുങ്ങിയ സമയം മാത്രം വോട്ടെടുപ്പിലേക്കുള്ള ഈ ദിവസങ്ങളിൽ വലിയ കാര്യമായി തന്നെ പരിഗണിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അത് ഗുണമുണ്ടാക്കുമെന്ന് തന്നെ കരുതാം. പക്ഷേ അവിടെ CPMന് ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങൾ, ഇപ്പോൾ 55 സിറ്റിംഗ് MLAമാരെ CPM മത്സരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇടതുമുന്നണി കരുതുന്നത് ഈ അതത് മണ്ഡലങ്ങളിൽ ഈ MLAമാർ വീണ്ടും ജനവിധി തേടുമ്പോൾ അവിടെയൊന്നും ഒരു ആൻറ്റി ഇൻകംബൻസി വർക്ക് ചെയ്യില്ല എന്നാണല്ലോ. ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണല്ലോ സിറ്റിംഗ് MLAമാർക്ക് സീറ്റ് കൊടുക്കുന്നത്. പക്ഷെ അവിടെ ഇപ്പോൾ G. സുധാകരനെ പോലെ ഒരാൾ, ഇപ്പോൾ ഇവിടെ നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ സാർ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഇപ്പോൾ TK ഗോവിന്ദനെ പോലെ ഒരാൾ, അതല്ലെങ്കിൽ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ കലാപക്കൊടി, ഇതൊക്കെ വർഗവഞ്ചകനെന്നും അതല്ലെങ്കിൽ ഈ പാർട്ടിയെ ഒറ്റിക്കൊടുത്തവരെന്ന് ഒക്കെ പറഞ്ഞിട്ടുള്ള വിശദീകരണങ്ങൾ കൊണ്ട് പാർട്ടിക്ക് മറികടക്കാൻ കഴിയുന്ന പരുക്കുകളാണോ? അങ്ങനെ താങ്കൾ വിലയിരുത്തുന്നുണ്ടോ? കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം മുഴുവനായി പരിശോധിക്കുകയാണെങ്കിൽ, അതൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ UDFനെയും NDAയും ഒക്കെ അവരുടെ പ്രവർത്തനങ്ങളെ, അവരുടെ ഇപ്പോഴത്തെ നീക്കങ്ങളെയൊക്കെ താങ്കൾ എങ്ങനെ കാണും, ശ്രീ KJ ജേക്കബ്? ഞാനതിൽ ഏറ്റവും സീരിയസ് ആയിട്ട് കാണുന്നത് ശ്രീ TK ഗോവിന്ദൻ്റെ പുറത്താകൽ തന്നെയാണ്. ശ്രീ G. സുധാകരൻ്റെ പുറത്താകലും ചെറിയ കാര്യമല്ല. കാരണം ഇവരുടെ ജീവിതകാലം മുഴുവൻ കൊണ്ടു നടന്ന ഒരു പാർട്ടിയാണ്. കണ്ണൂരിൽ നിന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞതുപോലെ പാർട്ടി നേതാക്കന്മാർ മാത്രമല്ല, 916 എന്ന് പറയാവുന്ന തരത്തിലുള്ള പാർട്ടി കേഡർമാരുടെ നാടുകൂടിയാണ് കണ്ണൂർ. അത് അവരിൽ നിന്ന് ഉയർന്നു വരുന്ന നേതാക്കന്മാരുടെ ക്വാളിറ്റി മാത്രമാണ്. അപ്പം അങ്ങനെയുള്ള കണ്ണൂരിൽ നിന്നും സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ഒരാൾ എന്ന് മാത്രമല്ല, തളിപ്പറമ്പിൻ്റെ ആ ഭാഗത്തൊക്കെ പാർട്ടിയുടെ മുഖം ആയിട്ടുള്ളൊരു മനുഷ്യൻ ഒരു തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുമ്പം അദ്ദേഹം പറയുന്നത്, ഞാൻ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കേൾക്കുകയായിരുന്നു, കമ്മിറ്റികളിലെല്ലാം വലിയ എതിർപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതൊരു വർഗവഞ്ചകനാണ്, കുലക്കുത്തിയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുന്ന പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയായിരിക്കും. ഇത് G. സുധാകരൻ്റെ പ്രശ്നം ഞാൻ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട്. G. സുധാകരൻ്റെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടിക്ക് ഒരു മെക്കാനിക്കലായിട്ടുള്ള ഒരു തീരുമാനമാണ്. 75 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയിലും പിന്നെ പാർലമെൻ്ററി പാർട്ടിയിലും ഒന്ന് പൊസിഷനിൽ, അത് യൂണിവേഴ്സലായിട്ട് നടപ്പാക്കുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം, എക്സംഷൻസ് വരുന്നു. പക്ഷേ ഇത് പാർട്ടിയിലൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന, അവരുടെ ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച മനുഷ്യർ
ഒരു സുപ്രഭാതത്തിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് 75 വയസ്സായി കഴിയുമ്പോഴത്തേക്കും അവരിനി നാളെ തുടങ്ങി വേണ്ട എന്നുള്ള മട്ടിൽ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലത്തെ ഒരു കേഡർ പാർട്ടിയിൽ, കാരണം അവരുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും പാർട്ടിയാൽ നിയന്ത്രിതം കൂടിയാണ്. അങ്ങനെ കൂടിയാണ് ആ കേഡർ നേതാക്കന്മാർ പ്രവർത്തിക്കുന്നത്. അപ്പം ഇവർ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇനി അവർ നഴ്സറി ക്ലാസ്സിൽ പഠിച്ചപ്പോൾ തുടങ്ങിയുള്ള അവർ തെറ്റായിരുന്നു എന്നുള്ള പറഞ്ഞിട്ടുള്ള കഥകൾ രചിച്ചുകൊണ്ട് ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് മണ്ടത്തരമാണ്. ഇവർ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ടോ എന്ന് അന്വേഷിക്കുകയും അതിലേതെങ്കിലും കാര്യങ്ങൾ തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തുകയും ചെയ്യുന്നതായിരിക്കും ഉചിതം. ഈ ശ്രീമതി ആയിഷ പോറ്റിയുടെ കേസ് ഞാൻ ഈ കൂട്ടത്തിൽ കൂട്ടുന്നില്ല. അവരും അവരുടെ പ്രൊഫഷണൽ കരിയർ ഈ പാർട്ടിക്ക് വേണ്ടി മാറ്റിവെച്ചു. പക്ഷേ അവർക്ക് പാർട്ടി വേണ്ടതിലധികം പരിഗണന കൊടുത്തു. പിന്നെ അവർ പറഞ്ഞ കഥകളൊക്കെ ആരമുക്ക തമാശയാണ്. അവർക്ക് കാറ് കിട്ടിയില്ല എന്നുള്ള മട്ടിലൊക്കെ. പക്ഷേ അപ്പോഴും പൊതുജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലാക്കേണ്ടതാണ്. ഒരു നേതാവ് മാത്രമല്ല, എക്രോസ് ഈ 75 വയസ്സിൽ മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു പ്രശ്നമുണ്ട്. അത് വളരെ സജീവമായ രാഷ്ട്രീയ ജീവിതം നയിച്ച ആൾക്കാർ, എനിക്ക് മനസ്സിലാവും, MLA ആകണ്ട, അല്ലെങ്കിൽ MP ആകണ്ട, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പർ ഒന്നും ആകണ്ട എന്ന് പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ കമ്മിറ്റികളിൽ പോലും അവരെ ഇരുത്തുന്നില്ല എന്ന് പറയുന്നത് മനുഷ്യത്വരഹിതമായ പരിപാടിയായിട്ട് എനിക്ക് നേരത്തെയും തോന്നിയിട്ടുണ്ട്. അത് ഇപ്പോഴും തോന്നുന്നു. അതിനിടയ്ക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ G. സുധാകരൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങളിലൊക്കെ താങ്കൾ ഈ പറയുന്ന ഘടകമുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ TK ഗോവിന്ദൻ ഉന്നയിച്ച കാര്യങ്ങളിലോ അദ്ദേഹം സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ച ആളല്ല, അദ്ദേഹം ഏതെങ്കിലും പദവികൾ ആഗ്രഹിച്ച ആളല്ല, അദ്ദേഹം ഒരു അനീതിക്കെതിരെ ശബ്ദമുയർത്തുക. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഈ ചർച്ച വരുന്നു, അവിടെ എതിർപ്പുകൾ വരുന്നു, അത് മേൽഘടകങ്ങളിൽ അറിയിക്കാമെന്ന് പറയുന്നു. അത് അറിയിക്കാതെ അവിടെ ഒരു ഒറ്റ പേര് പോകുന്നു, PK ശ്യാമളയുടേത് മാത്രം. നേരത്തെ തന്നെ ജില്ലാ സെക്രട്ടറി ആ പേര് നിർദ്ദേശിക്കുകയാണ്. അവിടെ അതിനേക്കാൾ യോഗ്യരായ ആളുകൾ അവിടെ ഉണ്ട് എന്ന് ആ സഖാക്കളുടെ കൂട്ടത്തിൽ നിന്ന് അഭിപ്രായം വരികയാണ്. അത് പരിഗണിക്കുന്നതേ ഇല്ല. ഇങ്ങനെ തുടങ്ങി പിന്നെ താൻ ഇരുന്ന സ്ഥലത്ത് തൻ്റെ ഭാര്യയെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നതിന് പിന്നിൽ അഴിമതിയുണ്ട്, അദ്ദേഹം കോടികൾ ചെലവാക്കി നടത്തിയ പരിപാടിയെക്കുറിച്ചിട്ടുള്ള ആക്ഷേപങ്ങളുണ്ട്, ഈ അനീതിക്ക് പിണറായി വിജയൻ കൂട്ടുനിൽക്കുകയാണോ എന്ന സംശയം PK ഗോവിന്ദൻ ഉന്നയിച്ചു. ഇതൊന്നും ഏതെങ്കിലും സ്ഥാനമാനങ്ങളുടെയോ 75 വയസ്സ് പ്രായപരിധിയുടെ പുറത്താക്കുന്നതിൻ്റെ ഉള്ള ആവലാതികളല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പരാതി ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കാണുന്നു എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. അതുകൊണ്ടാണ്, മറ്റുള്ള പരാതികളേക്കാൾ പ്രധാനമാണത്. ഇപ്പോൾ ശ്രീ MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ മാത്രമാണ് ശ്രീമതി PK ശ്യാമള ഇതൊന്നും ഞാൻ കരുതുക. അവർ CPMൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രവർത്തിച്ചല്ലാതെ ആ കമ്മിറ്റിയിൽ എത്തിപ്പെടാൻ വേണ്ടി പറ്റില്ല. ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ ആയതുകൊണ്ട് ഇപ്പം സുകന്യ ജില്ലാ കമ്മിറ്റിയിലോ സെക്രട്ടേറിയറ്റിലും വരുന്നത് ജെയിംസ് മാത്യുവിൻ്റെ ഭാര്യ ആയതുകൊണ്ടല്ലല്ലോ, അവരും പ്രവർത്തിച്ച് തന്നെ വന്നതാണ്. അതുകൊണ്ട് ഭാര്യ ആയതുകൊണ്ട് നിർത്തി എന്നുള്ളതല്ല പ്രശ്നം. ആ കമ്മിറ്റിയിൽ എതിർപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ മുഖവിലക്കെടുക്കുകയാണ്. കണ്ണൂർ ഉള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പറയുമ്പം അദ്ദേഹത്തെ മുഖവിലക്കെടുക്കാനാണ് എനിക്ക് താല്പര്യം. ആ കമ്മിറ്റിയിൽ വളരെയേറെ എതിർപ്പുണ്ടായിരുന്നു. അതിൽ നേതൃത്വം അതിൻ്റെ തീരുമാനം അടിച്ചേൽപ്പിച്ചതാണ് എങ്കിൽ അത് സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിൻ്റെ പാരമ്പര്യത്തിനും അതിൻ്റെ ചിട്ടകൾക്കും വിരുദ്ധമാണ് എങ്കിൽ ആ പാർട്ടി അത് എന്താണ് സംഭവിച്ചതെന്ന് ആലോചിക്കാതെ നിവൃത്തിയില്ല. അതല്ലാതെ ഒരു നേതാവ് ഒന്ന് ആലോചിക്കുക, CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് തരത്തിൽ ഇഴപിരിച്ചെടുത്താലും അതിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു കള്ളനാണയത്തെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് വളരെ ബുദ്ധിമുട്ടാണ് അവിടെ കമ്മ്യൂണിസ്റ്റ് പ്രത്യേകിച്ച് അദ്ദേഹം പ്രവർത്തിച്ച ഏരിയകളിൽ. അദ്ദേഹം ഇതിൻ്റെ തളിപ്പറമ്പ് ശ്രീകണ്ഠാപുരം ആ ഏരിയയിലാണ് പ്രവർത്തിച്ചത്. അവിടെ പാർട്ടി ഉണ്ടാക്കുന്നതിൽ പോലും ഒരു വലിയ പങ്ക് വഹിച്ച മനുഷ്യൻ വന്നിരുന്നിട്ട് പറയുകയാണ് ഈ തീരുമാനത്തോട് ഞാൻ പാർട്ടിക്ക് പുറത്തു പോയിക്കൊണ്ട് ഞാൻ ഇതിനെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ ആ എതിർപ്പിൽ ഒരു നേരുണ്ട് എന്നുള്ള കാര്യം പാർട്ടി പരിഗണിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ അതല്ലാതെ പാർട്ടിയുടെ മെഷീനറി വെച്ച് സ്റ്റീം റോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഗുണകരമായ ഒരു കാര്യമായിരിക്കും. പെട്ടെന്നൊരു മറുപടി കിട്ടിയാൽ എനിക്ക് മറ്റുള്ളവരിലേക്ക് പോകാം, താങ്കൾക്ക് പറയാൻ പറ്റുന്നതാണെങ്കിൽ. അതായത് ഒറ്റ കാര്യമുള്ളൂ, ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ഈ ഓരോരുത്തരും ഉന്നയിച്ച പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, അവിടെ TI മധുസൂദനൻ അല്ലായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ഞാൻ മത്സര രംഗത്തുണ്ടാകുമായിരുന്നില്ല. പാർട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉന്നയിച്ച് ഞാൻ നടത്തുന്ന പോരാട്ടം അതിന് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ TI മധുസൂദനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ എനിക്ക് മത്സരിച്ചേ മതിയാകൂ എന്ന ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സ്ഥാനാർത്ഥിയായി എത്തുന്നത് എന്ന് കുഞ്ഞികൃഷ്ണൻ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. G. സുധാകരന് പറയാൻ മറ്റു ചില കാരണങ്ങളുണ്ട്, ആയിഷ പോറ്റിക്ക് വേറെ ചില കാരണങ്ങളുണ്ട്. ഇത് എന്തൊക്കെയാണെങ്കിലും ഈ കാരണങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ഇത് CPM എന്ന് പറഞ്ഞ പാർട്ടിക്കും
CPM നേതൃത്വം നൽകുന്ന മുന്നണിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഏൽപ്പിക്കുന്ന ആഘാതവും പരുക്കും ചെറുതാകുമോ? ഇതിനെ ഇപ്പോൾ നേരത്തെ ജയശങ്കർ സാർ പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ പേർ ഒറ്റയ്ക്കും തെറ്റയ്ക്കും പോകുന്നത് പോലെ അല്ല ഇതുണ്ടാക്കാൻ പോകുന്ന പ്രതിഫലനമെങ്കിൽ ഇത് വളരെ ഗുരുതരമായ പരുക്കുകൾ ഉണ്ടാക്കിയില്ലേ ഇടതു മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ? അങ്ങനെ താങ്കൾ വിലയിരുത്തുമോ ശ്രീ കെ ജെ ജേക്കബ്? പരിക്കുണ്ടാക്കുമായിരിക്കും, പക്ഷേ കുഞ്ഞികൃഷ്ണൻ്റെ ആരോപണം ഞാൻ മുഖവിലയ്ക്ക് പോലും എടുക്കില്ല. അത് ശരി, ഞാൻ മുഖവിലയ്ക്ക് പോലും എടുക്കില്ല. പക്ഷേ ഇന്നത്തെ ശ്രീ ടി കെ ഗോവിന്ദൻ്റെ ആരോപണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോന്ന് തന്നെയാണ്. അതിൽ ശ്രീ ജി സുധാകരനെ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് ഒരു സോഫ്റ്റ് ലാൻഡിങ്ങിനുള്ള സ്പേസ് CPM കൊടുക്കേണ്ടതായിരുന്നു, നേതൃത്വം അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. കുഞ്ഞികൃഷ്ണൻ ആരോപണമല്ല, ശ്രീമതി ഐഷ പോറ്റിയുടെ ആരോപണം, ഇതൊക്കെ ഒരു മാനേജ്മെൻറ്റ് പ്രശ്നങ്ങളായിട്ട് ഞാൻ കണക്കാക്കും. പക്ഷേ ശ്രീ ടി കെ ഗോവിന്ദൻ്റെ പ്രശ്നം മാനേജ്മെൻറ്റ് പ്രശ്നമല്ല, അത് പാർട്ടിയിലുള്ള ജനാധിപത്യത്തിൻ്റെ പ്രശ്നമാണ് എന്ന് ഞാൻ ഭയക്കുന്നു. അത് പാർട്ടി അഡ്രസ്സ് ചെയ്തേ പറ്റൂ. അത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് എൻ്റേതായ സംശയമുണ്ട്. ഇപ്പം ആലപ്പുഴ പോലും ശ്രീ ജി സുധാകരൻ്റെ സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരൻ്റെ രക്തസാക്ഷിത്വത്തെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള സുധാകരൻ്റെ നിലപാട് എത്രത്തോളം അദ്ദേഹത്തിന് CPM-ന് പരിക്കേൽപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് എൻ്റേതായ സംശയമുണ്ട്. പക്ഷേ ശ്രീ ടി കെ ഗോവിന്ദൻ്റെ 60 വർഷത്തോളം പാർട്ടിക്കൊപ്പം നടന്ന ഒരാൾ ഞാനിനി ഇല്ല എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് 75 വയസ്സിൽ എനിക്കും അദ്ദേഹം ഒരു MLA ആയിട്ടുള്ള ഒരു MP ആയിട്ടുള്ള ഒരു തരത്തിലുള്ള സ്ഥാനത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അതിൽ എനിക്ക് പാർട്ടിക്ക് പുറത്തേക്ക് പോകാൻ മാത്രം എനിക്ക് ഈ തീരുമാനത്തിൽ എതിർപ്പുണ്ട്. എൻ്റെ പോലെ എതിർപ്പുള്ള ധാരാളം പേർ എൻ്റെ കമ്മിറ്റികളിലുണ്ട് എന്ന് പറയുമ്പോൾ അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തു കൊടുക്കേണ്ടി വരും, അത് ശ്രദ്ധിക്കേണ്ടി വരും. ശ്രീകുമാർ സാർ, കേരളം ജയിക്കും UDF നയിക്കും എന്ന ഒരു ക്യാച്ച് വേർഡിൽ UDF-ൻ്റെ പ്രചാരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ 24 മണിക്കൂറിനകം തീയതി പ്രഖ്യാപനമുണ്ടായി, 24 മണിക്കൂറിനകം ഇതാ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക വരും എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്ക് പാലിക്കപ്പെട്ടിട്ടില്ല. കാരണം ഈ MP-മാർ സ്ഥാനാർത്ഥികളാകണോ, ഓരോ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ ആരാകണമെന്നത് സംബന്ധിച്ച് നേതാക്കൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ, അവ്യക്തതകൾ, ആശയക്കുഴപ്പങ്ങൾ, ഇതൊക്കെ കോൺഗ്രസിനെ പിടികൂടിയിട്ടുണ്ട്. അതിനിടയിൽ ഈ പാർട്ടി വിട്ടുവരുന്ന, ഇപ്പോൾ അമ്പലപ്പുഴയിൽ ജി സുധാകരൻ വന്നു, അവിടെ UDF പിന്തുണയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ KPCC ജനറൽ സെക്രട്ടറി MJ ജോബ് പാർട്ടി വിട്ടു. ഇനി CC മുകുന്ദൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് ആദ്യം കരുത്ത് തെളിയിക്കാൻ ആവശ്യപ്പെട്ടു, മുകുന്ദൻ BJP-യിലേക്ക് പോയി. ഇനി അവിടെ ടി കെ ഗോവിന്ദനുണ്ട്, UDF-ൻ്റെ പിന്തുണ ഉണ്ടാകുമോ എന്നറിയില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഇങ്ങനെ സ്വന്തം പാർട്ടിക്കകത്ത് സീറ്റുകൾ നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല, മുന്നണിക്കകത്ത് സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആകെ 23 ദിവസമാണ് ഇനി മുന്നിലുള്ളത്. ഇടതുമുന്നണി ആ അർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പാർട്ടിക്കകത്തെ തർക്കങ്ങളും പ്രശ്നങ്ങളും വിമതരും ഒക്കെ ഉണ്ടെങ്കിൽ അതിനേക്കാൾ കൊടികുത്തിയ പ്രശ്നങ്ങളാണ് UDF-നകത്ത് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നോക്കൂ ശ്രീ ഗോപികൃഷ്ണൻ, 24 മണിക്കൂറിനുള്ളിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുമെന്ന് കോൺഗ്രസ് ആ രീതിയിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഏതാണ്ട് അതേ സ്വഭാവത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടു. അത്തരം ഒരു ഘട്ടത്തിൽ മിനിഞ്ഞാന്നാണ് ഇന്നലെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. ഈ കോൺഗ്രസ് നേതാക്കളെല്ലാം 2 ദിവസം പെട്ട് കേരളത്തിലാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കം കേരളത്തിലായിരുന്നു. പിന്നീട് അവർ ഡൽഹിയിൽ ചെന്നിട്ട് വേണം വീണ്ടും ചർച്ച ചെയ്യാൻ. അപ്പോൾ ഇന്നലത്തെ ആ ദിവസം അങ്ങനെ പോയി. ഇന്നലെ മലയാള മാസം 1-ാം തീയതി ആയിരുന്നു, അതൊക്കെ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഏതാണ്ട് എല്ലാ നേതാക്കളും, രമേശ് ആണെങ്കിലും സതീശനാണെങ്കിലും വേണുഗോപാലാണെങ്കിലും കുടിക്കുന്ന എല്ലാവരും കേരളത്തിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രശ്നം ഇന്നലെ ഉണ്ട്. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ്സിലെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ആ ലിസ്റ്റിനെ ചൊല്ലി പിന്നെ ബഹളം ഉണ്ടാകാൻ പാടില്ലെന്നൊരു ഒരു നിശ്ചയദാർഢ്യം ഇന്നത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടായിരിക്കണം. കാരണം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഇന്നലെ നോക്കൂ, ഇന്നലെ ഈ സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 4 മണിക്ക് ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. 5:30 മണിക്ക് ഗോവിന്ദൻ മാഷി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. നമ്മളിന്നലെ പറഞ്ഞതാണ്, LDF സജീവമായിരിക്കുന്നു, UDF-ൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പോലും ആയിട്ടില്ല, LDF കളം പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ വലിയ രീതിയിൽ ബലൂണുകളൊക്കെ പറത്തി ആഘോഷിച്ചു. നോക്കൂ, 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇന്ന് നമ്മുടെ സുഹൃത്തുക്കളായ ജയശങ്കറും ശ്രീ ജേക്കബൊക്കെ പറയുന്നത് എന്താണ്? കണ്ണൂരിലത്തെ പാർട്ടിയുടെ പ്രശ്നം, ആലപ്പുഴയിലെ പാർട്ടിയുടെ പ്രശ്നമൊക്കെ അല്ലേ? അപ്പോൾ കണ്ണൂരിലത്തെ പാർട്ടിയുടെ പ്രശ്നമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെയും ഒക്കെ ജില്ലയിലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഏരിയ സെക്രട്ടറി ആയിരുന്ന ആളാണ് ടി കെ ഗോവിന്ദൻ. അപ്പോൾ പിന്നെ ആ പാരമ്പര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ.
അപ്പം അങ്ങനെ ഒരു തട്ടിക്കൂട്ടി ലിസ്റ്റ് പുറത്തിറക്കി ഇങ്ങനെയൊക്കെ മറ്റേ പൊട്ടിത്തെറി വിളിച്ചു വരുത്തുന്നതിലും ഭേദം കോൺഗ്രസിൻ്റെ നിലപാടല്ലേ നല്ലത്? കാരണം ശ്യാമളയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല എന്ന് മുമ്പ് തന്നെ മാധ്യമങ്ങളിലൂടെ പാർട്ടി പ്രവർത്തകരുടെ എതിർപ്പ് നമ്മൾ അറിഞ്ഞു. പക്ഷേ അത് തൃണവൽഗണിച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും മറ്റെല്ലാവരും ചേർന്നുകൊണ്ട് അവരെ തന്നെ സ്ഥാനാർത്ഥിയാക്കി. ആ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇന്നലെ പുറത്തിറക്കിയത്. ആ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് ചോദ്യം ചെയ്ത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ഏറ്റവും മുതിർന്ന കണ്ണൂരിലത്തെ നേതാക്കളിൽ ഒരാൾ പാർട്ടി വിട്ടു. അപ്പോൾ അതിലും ഭേദം കോൺഗ്രസ് അല്ലേ? ഇന്ന് കേരള കോൺഗ്രസിൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയിലത്തെ പ്രസിഡന്റ് അടക്കം പാർട്ടി വിടാൻ പോകുന്നു. അതിലും ഭേദം കോൺഗ്രസ് അല്ലേ? അപ്പോൾ അതുപോലെ ഞാൻ പറയുന്നത്, എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടി ലിസ്റ്റ് ഇറക്കിയിട്ട് ഞങ്ങൾ ആ ലിസ്റ്റ് ഇറക്കിയെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് 48 മണിക്കൂറിനുള്ളിൽ പേരുകൾ പ്രഖ്യാപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 മണ്ഡലങ്ങളേ ഉള്ളൂ. ഇത് 140 മണ്ഡലങ്ങളിലെ ഘടകകക്ഷികളുടെ കാര്യവും അതുപോലെ തന്നെ 90-ലധികം സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ കാര്യം, ഒപ്പം ശ്രീ ഗോപികൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം സുധാകരനെ പോലുള്ളവർ വരുന്നു, അതുപോലെ തന്നെ ടി.കെ. ഗോവിന്ദനെ പോലുള്ളവർ വരുന്നു, പി.കെ. ശശിയെ പോലുള്ളവർ വരുന്നു, ഐഷ പോറ്റിയെ പോലുള്ളവർ വരുന്നു. ഓരോ ദിവസവും CPM-ലെ പ്രമുഖ നേതാക്കൾ പാർട്ടി വിടുകയാണ്. ഇതാ ഇന്ന് നെന്മാറയിലെ കെ ബാബുവിൻ്റെ പ്രശ്നം വന്നിരിക്കുന്നു. ഇതൊക്കെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നെന്മാറയിലെ ബാബുവിൻ്റെ പ്രശ്നമൊക്കെ. അപ്പോൾ ഇങ്ങനെ CPM-ലെ പൊട്ടിത്തെറിച്ച് ഓരോ ജില്ലയിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് കോൺഗ്രസിന് പരിഗണിക്കണ്ടേ? കാരണം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പോയ പി സരീനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയ ഒരു പാർട്ടിയാണല്ലോ CPM. അപ്പോൾ കോൺഗ്രസ് CPM-ൽ നിന്നും വരുന്നവരെല്ലാം കോൺഗ്രസ് സ്ഥാനാർത്ഥികളാക്കുന്നതല്ല. അപ്പോൾ ആ ചർച്ച അവിടെ മുറിയും. കാരണം കോൺഗ്രസ് ആലപ്പുഴ ജില്ലയിലത്തെ ഒരു ചർച്ചയാണ് ഇന്ന് നടക്കുന്നതെങ്കിൽ അവിടെ സുധാകരൻ്റെ പ്രശ്നം വരുമ്പോൾ ചർച്ച മുറിഞ്ഞു പോകും. കണ്ണൂരിലത്തെ ആണെങ്കിൽ ഇന്നിപ്പോൾ കണ്ണൂർ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ടി.കെ. ഗോവിന്ദൻ്റെ പ്രശ്നം വരുമ്പോൾ ചർച്ച മുറിഞ്ഞു പോകും. പാലക്കാട് ചർച്ച മുറിഞ്ഞു പോകും. എന്താ സംശയമില്ലേ? അപ്പോൾ ഒരു പാർട്ടി തീരുമാനം എടുക്കുമ്പോൾ അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കുക. കാരണം നാളെ പൊട്ടിത്തെറി ഉണ്ടാകാൻ പാടില്ല. പണ്ടറിയാമല്ലോ, പണ്ടിപ്പോൾ ഇങ്ങനെ സ്ഥാനാർത്ഥികളെ മാറ്റിയ കോൺഗ്രസ് ചരിത്രമൊക്കെ ഉണ്ടല്ലോ. ഇക്കാലത്ത് അതൊന്നും പറ്റില്ല. കാരണം സോഷ്യൽ മീഡിയ വളരെ സജീവമാണ്. അപ്പോൾ അതുകൊണ്ടൊരു തീരുമാനം എടുത്ത് ആ തീരുമാനം നടപ്പാക്കണം. പക്ഷേ ശ്രീ ഗോപികൃഷ്ണൻ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത് LDF ഇന്നലത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അവർ നേടിയ മികവാണോ? അല്ലല്ലോ. സിറ്റിംഗ് MLA, ഇടതുമുന്നണിയുടെ സിറ്റിംഗ് MLA, കമ്മ്യൂണിസ്റ്റ് നേതാവ് മുകുന്ദൻ BJP പോയതല്ലേ നമ്മളിന്ന് ചർച്ച ചെയ്തത്. അതുപോലെ തന്നെ അഴിമതി ചൂണ്ടിക്കാണിച്ചാൽ ആ ചൂണ്ടിക്കാണിച്ചവർ പുറത്താകും. ഞാൻ എന്തുകൊണ്ട് അഴിമതി ചൂണ്ടിക്കാണിക്കുന്നില്ല, എൻ്റെ അനുയായികൾ ചോദിക്കുന്നത് കൊണ്ട് ഞാനിതാ പുറത്തു പോകുന്നു എന്ന് പറഞ്ഞില്ലേ കണ്ണൂരിലത്തെ CPM ജില്ലാ സെക്രട്ടറി, പിണറായി വിജയൻ സെക്രട്ടറി ആയിരുന്ന ശ്രീ ഗോവിന്ദൻ. അത് മാത്രമല്ല ശരി ശ്രീകുമാർ സാർ, അപ്പോൾ ഈ G. സുധാകരന് പിന്തുണയുണ്ട്, CC മുകുന്ദന് പിന്തുണയില്ല. പിന്നെ ഈ G. സുധാകരനെ പിന്തുണയ്ക്കുമ്പോൾ അവിടെ വലിയൊരു വിഭാഗം കോൺഗ്രസിന് പ്രതിഷേധമുണ്ട്. MJ ജോബ് പാർട്ടി വിടാനിടയായ സാഹചര്യം അതാണ്. പിന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ സീറ്റ് ആവശ്യങ്ങളോട് അനുകൂലമായി പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതിൽ തീർപ്പുണ്ടാക്കാനും കഴിഞ്ഞിട്ടില്ല. അവിടെ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുമുണ്ട്. പിന്നെ ലീഗിൻ്റെ കാര്യത്തിൽ അവർ ഏതാണ്ട് അതിൽ സമരസപ്പെട്ട് പോയിട്ടുണ്ട്. ആ പ്രശ്നം അവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിലും UDF-നകത്ത് തീരുമാനമായിട്ടില്ല. ഏത് സീറ്റിൽ ആരൊക്കെ മത്സരിക്കണമെന്ന കാര്യത്തിൽ, സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. G. സുധാകരന് പിന്തുണയുണ്ട്, CC മുകുന്ദന് പിന്തുണയില്ല. അതായത് നമ്മൾ UDF-ലെ ഘടകകക്ഷികൾക്കിടയിലാണെങ്കിലും കോൺഗ്രസിൻ്റെ ഇടയിലാണെങ്കിലും ഗോപികൃഷ്ണൻ, CPM-ലത്തെ പൊട്ടിത്തെറി പോലെ അവിടെ സംഭവിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇന്ന് ശ്രീ ആലപ്പുഴയിലെ KPCC ജനറൽ സെക്രട്ടറി ജോബ് പാർട്ടി വിട്ടു. അത് പാർട്ടി വിടാൻ കാരണം അദ്ദേഹം ആഗ്രഹിച്ച ഒരു സ്ഥാനാർത്ഥിത്വം ഉണ്ടായിരിക്കാം. എനിക്കറിയില്ല എന്താ കാരണമെന്ന്. അതുകൊണ്ടായിരിക്കാം അതിൻ്റെ പ്രശ്നം. പക്ഷേ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ട് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളോ UDF നേതാക്കളോ പുറത്തേക്ക് വരുന്നുണ്ടോ? ഇവിടെ പാർട്ടിയുടെ നേതാവായ ടി.കെ. ഗോവിന്ദൻ എന്ന് പറഞ്ഞത് ഒരു നിമിഷം കൊണ്ട് കേരള രാഷ്ട്രീയം മാറിപ്പോയി. LDF ജയിക്കുമെന്ന് കരുതിയവർ ഇന്ന് മാറ്റി പറയേണ്ടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അതല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മൾ സ്ഥാനാർത്ഥി പട്ടിയെ പുറത്തിറങ്ങിയിട്ട് പിറ്റേ ദിവസം തർക്കം തീർക്കാനാണെങ്കിലോ? ഇപ്പോൾ ഇന്ന് ശ്രീ ഗോവിന്ദൻ പറഞ്ഞാൽ ഇങ്ങനെ ആവർത്തിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ UDF-ൽ ഇന്ന് അത് ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഞാൻ മറ്റൊരു അതിഥിയിലേക്ക് പോകട്ടെ. ശ്രീ മിഥുൻ വിജയകുമാർ, ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും ഇടതുമുന്നണി മുന്നോട്ട് വയ്ക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് സ്ലോഗൻ എന്ന് പറയുന്നത് വികസനമാണ് കേരളം ചർച്ച ചെയ്യേണ്ടതും ആ വികസനത്തിനാണ് വോട്ട് കിട്ടേണ്ടത് എന്നുമാണ്. ഇപ്പോൾ BJP-ക്കകത്ത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ NDA-യിൽ BDJS-ന് കൊടുക്കുന്ന സീറ്റുകൾ 2020-യുടെ സീറ്റുകളുടെ കാര്യത്തിലൊക്കെ ഉള്ള തീരുമാനങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. എങ്ങനെയാണ്
BJP കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കാണുന്നത്? ഒരു എത്ര സീറ്റുകൾ എന്ന നിലയിലേക്ക്, അതായത് BJP പരമാവധി ഇപ്പോൾ A ക്ലാസ് മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണ്ണയമാണ് നടത്തിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളിൽ BJPക്ക് മുന്നേറ്റം നടത്താൻ കഴിയും? ഏതൊക്കെ കാര്യങ്ങൾ മുൻനിർത്തിയായിരിക്കും BJP രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ? എങ്ങനെയാണ് താങ്കളുടെ വിലയിരുത്തൽ? BJPയെ സംബന്ധിച്ച് അവർ എത്ര സീറ്റുകളിൽ ജയിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് 20% അവരുടെ വോട്ട് ഷെയർ അവർക്ക് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ മറുഭാഗത്ത് വലിയ രീതിയിലുള്ള ലാൻഡ് സ്ലൈഡ് വിക്ടറി ഒന്നും ഇല്ല എങ്കിൽ അവർക്കൊരു ഹങ് സിറ്റുവേഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പം BJPയുടെ ഒരു എന്താ പറയുക, ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ഇപ്പം നിയമം എന്ന് പറയുന്നത്. അപ്പോൾ നിയമത്ത് അവരുടെ ഏറ്റവും സ്റ്റാർ ക്യാമ്പയിനർ തന്നെ ഇറങ്ങി തിരിക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടേക്കുള്ള ഒരു ഫോക്കസ് വളരെ വലിയ രീതിയിലുണ്ടാകും. പിന്നെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള അവർ എന്താ പറയുക, ഒരു ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ ഫാക്ടേഴ്സൊക്കെയാണ് അവരെ കൂടുതൽ ഫേവർ ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ അവർക്ക് കോമ്പീറ്റ് ചെയ്യുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ അവരുണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ പറയുന്ന പോലെ ഭരണകക്ഷിയും UDFും കൂടെ ചേർന്നിട്ട് അവരുടെ എന്താ പറയുക, അവരുടെ വീക്ക്നെസ് ആണ് ഇവർക്ക് ഒരു പക്ഷേ ക്യാഷ് ഇൻ ചെയ്യാൻ സാധിക്കുക. ഇപ്പം LDFിനെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. കാരണം അവർക്ക് ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ അവശേഷിക്കുന്ന ആകെയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അവിടെ തോറ്റു കഴിഞ്ഞാൽ ഇനിയിപ്പം LDFിന് ഒരു ഭാവി ഉണ്ടോയെന്ന് പോലും സംശയിക്കേണ്ട കാര്യമാണ്. അപ്പോൾ LDF അവരുടെ ഏറ്റവും ബെസ്റ്റ് മെഷീനറി തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. ഈ പറഞ്ഞ പോലെ MLA കാൻഡിഡേറ്റ്സിനെ ഫീൽഡ് ചെയ്യുന്നു. അതിൽ ഈ മിനിസ്റ്റീരിയൽ ഫേസസ് ഒരുപാടുണ്ട്. അപ്പം അവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ഒരു ആത്മവിശ്വാസം ഉള്ള ഒരു പ്രൊജക്ഷനാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അവരുടെ ഇഷ്യൂസ് ഒരുപാടുണ്ട്. ഇപ്പം ശബരിമല വിഷയമാണെങ്കിലോ അല്ലെങ്കിൽ മറ്റേത് ഇഷ്യൂ ആണ്. ഇപ്പോൾ ശബരിമല വിഷയത്തിൽ നമ്മൾ കണ്ടു അത് വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റിലേക്കും കാര്യത്തിലേക്കൊക്കെ പോയി. പക്ഷേ ഉടനെ ഈ അടൂർ പ്രകാശിൻ്റെ ഫോട്ടോ വന്നതോടുകൂടി ആ പ്രശ്നം അങ്ങില്ലാതാവുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഈ എന്താ പറയുക, ആരോഗ്യ മേഖലയെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭമൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ നോക്കി. പക്ഷേ വീണ്ടും ഹെൽത്ത് മിനിസ്റ്റർ തന്നെ ആക്രമിക്കപ്പെടുന്നു എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് പോയപ്പം അതും ഇല്ലാതായി. അപ്പോൾ അങ്ങനെ ഓരോ ക്യാമ്പയിനും ഇൻഎഫക്റ്റീവ് ആക്കുകയാണ് CPMൻ്റെ എന്താ സ്ട്രാറ്റജി. അല്ലെങ്കിൽ UDF തന്നെ പരാജയപ്പെടുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെയാണ് BJPക്ക് ഒരു പക്ഷേ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക. മാത്രമല്ല അവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഒരു 30-40 സീറ്റിൽ അവർക്കൊരു സ്ട്രോങ് ആയിട്ടൊന്ന് കോൺടെസ്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു വലിയൊരു സ്പോയിലർ എഫക്റ്റ് ആയിരിക്കും അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുക. മാത്രമല്ല അവർ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതലും ഈ പറഞ്ഞ പോലെ ബ്രാൻഡിങ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ അപ്പുറത്തേക്ക് ഗൃഹസമ്പർക്കം പോലുള്ള പരിപാടികളാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ വലിയ രീതിയിലുള്ള ഒരു ഔട്ട്റീച്ച് ഉണ്ടാക്കിയെടുക്കാനാണ് BJP നോക്കുന്നത്. പിന്നെ ഈ യൂത്ത്, സ്ത്രീകൾ, പ്രൊഫഷണൽസ്. അല്ല, ഇവിടെ യഥാർത്ഥത്തിൽ ഈ BJP ആരെയാണ് പ്രധാന ശത്രുവായി കാണുന്നത് ശ്രീ മിഥുൻ വിജയകുമാർ? അതായത് ഇപ്പോൾ പ്രധാനമന്ത്രി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് MMCയെ കുറിച്ചാണ്. അതായത് മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ്, അങ്ങനെ ഒരു കോയിനേജാണ് പ്രധാനമന്ത്രി കേരളത്തിൽ നടത്തിയത്. അപ്പോൾ നിങ്ങൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ആരെയാണ് നിങ്ങൾ പ്രധാന ശത്രുവായി കാണുന്നത് എന്നൊരു ചോദ്യം BJPക്ക് നേരെ ഉണ്ടല്ലോ. നോക്കൂ, ഒരു ട്രയാങ്കുലർ കോൺടെസ്റ്റിൽ മറുഭാഗത്ത് നിൽക്കുന്ന എല്ലാവരും തന്നെ ശത്രുക്കൾ തന്നെയാണ്. അത് BJPയുടെ ഒഫീഷ്യൽ പൊസിഷൻ എനിക്കറിയില്ല. ഞാൻ BJPയെ റെപ്രസെന്റ് ചെയ്യുന്ന ആളല്ല. അല്ല, ഞാൻ ചോദിച്ചത് എന്താണ് താങ്കളുടെ ഇങ്ങനെ ഒരു നിരീക്ഷണം? കോൺടെസ്റ്റ് നടക്കുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് മുക്ത ഭാരത് എന്നാണ്. കേട്ടില്ല, സോറി. അല്ല, എന്താണ് താങ്കളുടെ ഒബ്സർവേഷൻ ഈ കാര്യത്തിൽ? MMC എന്ന പ്രയോഗമാണ് പ്രധാനമന്ത്രി ഇവിടെ വെച്ച് നടത്തിയ പ്രസംഗത്തിലും പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് എന്നാണ്. അല്ല, അതാണ് ഞാൻ പറയുന്നത്. കാരണം അതിൽ ഓരോ ക്യാമ്പയിൻസും നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പല സമയത്തായിട്ട് പല രീതിയിലുള്ള അറ്റാക്ക് അവർ CPMന് നേരെയും കോൺഗ്രസിന് നേരെയും തുടുത്തുവിടുന്നുണ്ട്. ഇപ്പം കേരള സ്റ്റോറി വിഷയം വന്നു, ആ സമയത്ത് നമ്മൾ കണ്ടല്ലേ BJPയുടെ പൊസിഷൻ എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ വന്നു കഴിയുമ്പം അവിടെ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്, ഒരു ഹിന്ദു വോട്ട് കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ അപ്പീസ്മെൻറ്റ് പൊളിറ്റിക്സിനെ CPM പോലും തള്ളി പറഞ്ഞിട്ടുള്ളൂ. ഈ ജമാഅത്തിനെ പോലെ ഉള്ള പാർട്ടികളെ CPM തന്നെ കക്ഷികളെ CPM തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു മൈനോറിറ്റി അപ്പീസ്മെൻറ്റ് പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ BJPക്ക് ക്യാഷ് ഇൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ മറുഭാഗത്ത് ഈ പറഞ്ഞ പോലെ CPIMൻ്റെ പോരായ്മകളെ ഉയർത്തി കാണിക്കാൻ പറ്റിയ ഒരു പ്രതിപക്ഷമില്ല എന്നൊരു സാധനം കൂടെ BJPക്ക് അവിടെ ഒരു ഫേവർ ചെയ്യാൻ സാധ്യതയുള്ള കാര്യമാണ്. പക്ഷേ BJPയെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ BJPക്ക് വലിയ സ്ട്രോങ് ഫേസസ് ഇല്ലാത്തൊരു പാർട്ടിയാണ്. എല്ലാവരും മാത്രം ഒരു പോപ്പുലർ ഫിഗേഴ്സ് ഒന്നുമല്ല BJPയുടെ കാൻഡിഡേറ്റ്സ്. മാത്രമല്ല അവർക്ക് ഈ ഫ്ലോട്ടിംഗ് കാൻഡിഡേറ്റ്സ് ആണ്. ഒരു തവണ ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് കഴിഞ്ഞാൽ അടുത്ത തവണ ഏത് മണ്ഡലത്തിലായിരിക്കും മത്സരിക്കാമെന്ന് അറിയാൻ പറ്റാത്ത കാൻഡിഡേറ്റ്സ് ആണ് അവർക്കുള്ളത്. അപ്പോൾ അവർക്ക് ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ അവരുടെ പാർട്ടി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും കാൻഡിഡേറ്റ്സിനെ പ്രൊജക്ട് ചെയ്തുകൊണ്ടുള്ള ക്യാമ്പയിനിങ്സിൽ അവർ വളരെ ഇപ്പോഴും കുറച്ച് പിറകിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടെ എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ BJPക്ക് ഒരു പക്ഷേ ഒരു ഈ പറഞ്ഞ പോലെ ഒരു 20% സ്റ്റേബിളായിട്ട് പിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, മറുഭാഗത്ത് വലിയ ചലനങ്ങളൊന്നും നടക്കുന്നില്ല എങ്കിൽ
അവർക്ക് തീർച്ചയായും ഇതിലൊരു വലിയ ഡിസിഷൻ മേക്കേഴ്സ് ആവാൻ സാധ്യതയുണ്ട്. ജയശങ്കർ സാർ, ഈ കേരളം പോലൊരു സംസ്ഥാനത്ത് 2 വട്ടം അധികാരത്തിലിരുന്ന ഒരു മുന്നണിക്കെതിരെ ഭരണവിരുദ്ധ വികാരം എന്നത് സ്വാഭാവികമായി ഉണ്ടാകാനിടയുള്ള ഒന്നാണ്. അതിനെ കാര്യമായി കണക്കാക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന ആത്മവിശ്വാസം കൊണ്ടായിരിക്കുമോ ഇപ്പോൾ CPM ഈ 55 സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കാനെടുത്ത തീരുമാനം? അതോടൊപ്പം തന്നെ ഇപ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ പാർട്ടിക്കകത്തെ അല്ലെങ്കിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും അധികം ശ്രദ്ധിക്കേണ്ടതില്ല, G. സുധാകരനായാലും അത് TK ഗോവിന്ദനായാലും എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഇടയായ സാഹചര്യമൊക്കെ അതുകൊണ്ടായിരിക്കുമോ? താങ്കൾ അങ്ങനെ വിലയിരുത്തുമോ? പിന്നെ മറ്റൊന്ന് UDF-നകത്തുള്ള കാര്യങ്ങളാണ്. ഇവിടെ നമ്മുടെ ശ്രീകുമാർ സാറ് പറഞ്ഞു അതൊന്നും കാര്യമാക്കാനില്ല, ഈ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒന്നും കാര്യമാക്കാനില്ല, ഇതൊക്കെ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വളരെ ചെറുതാണ് എന്നാണ്. താങ്കളുടെ അഭിപ്രായം എന്താണ്? അല്ലേ, ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറയാം. യഥാർത്ഥത്തിൽ CPM ഈ സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ച് ഇന്നത്തെ നിലയ്ക്ക് വളരെ ഉചിതമായ തീരുമാനമാണ്. CPM ഇങ്ങനെയല്ല ചെയ്യാറ്. ഓരോ തെരഞ്ഞെടുപ്പിലും പുതിയ സ്ഥാനാർത്ഥികളെ കൊണ്ടുവരും, പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കും, ചെറുപ്പക്കാർക്ക് സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കും. ഇത്തവണ അത് ചെയ്യാത്തത് ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ സിറ്റിംഗ് MLA മത്സരിപ്പിച്ചാലുള്ള ഗുണം MLA-ക്ക് ആ മണ്ഡലം സുപരിചിതമായിരിക്കും. 1 തവണയോ 2 തവണയോ ഈവൻ ചില കേസുകളിൽ 3 തവണയോ ഒക്കെ മത്സരിച്ച ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലവും അവിടെയുള്ള ആളുകളും അവിടുത്തെ പ്രവർത്തകരും എതിരാളികളും വരെ സുപരിചിതരായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇനീഷ്യൽ അഡ്വാൻറ്റേജ് അവർക്കുണ്ടാവും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർക്കുള്ള ഒരു അഡ്വാൻറ്റേജ് അത് അവരുടെ സിറ്റിംഗ് സീറ്റുകളിലാണ് വീണ്ടും മത്സരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൗകര്യം അവർക്കുണ്ട്. പിന്നെ ഭരണവിരുദ്ധ വികാരം എന്ന് വെച്ചാൽ കേരളം ഭരിക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള വികാരമുണ്ട്. ലോക്കലായിട്ട് MLA-ക്കെതിരായിട്ട് ഒരുപക്ഷെ ആ വികാരം ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെ ഒരു ഘടകമുണ്ട്. ഇപ്പോൾ P. രാജീവ് കേരള സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിയാണ്. മന്ത്രി എന്നുള്ള നിലയ്ക്ക് മന്ത്രിസഭയുടെ ഭാഗമാണ്. മന്ത്രിസഭയോട് ആളുകൾക്കെതിരെ അഭിപ്രായമുണ്ട്. പക്ഷേ കളമശ്ശേരി MLA ആയിരിക്കുന്ന P. രാജീവിനെ കുറിച്ച് കളമശ്ശേരിക്കാർക്ക് ആ രീതിയിലുള്ള ഒരു വിപരീത വികാരം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതല്ല, അത്ര അൺപോപ്പുലറായ MLA-മാർ CPM-ൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടുകൂടിയാണ് അവർക്ക് അതാത് സീറ്റുകൾ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞ കളങ്കിതനായ മധുസൂദനൻ അല്ലെങ്കിൽ കരുവന്നൂർ മോഷണവുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ നേരിട്ട് പങ്കാളിത്തമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായി നിൽക്കുന്ന AC മൊയ്തീൻ ഇവർക്കൊക്കെ സീറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനൊരു സൗകര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കുന്നംകുളത്ത് മൊയ്തീനെ ആർക്കും പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. പ്രാദേശികമായിട്ട് അദ്ദേഹത്തിന് ആ രീതിയിൽ സ്വീകാര്യതയുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അത് സർക്കാരിനോട് ആണ് ജനങ്ങൾക്ക് എതിർപ്പുള്ളൂ, അതായത് MLA-മാരോട് എതിർപ്പുണ്ടായിക്കൊള്ളുന്നില്ല. അതാണ് അതിൻ്റെ ഒരു സൗകര്യം. അതുകൊണ്ട് ഇനിയിപ്പോൾ LDF-നൊരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ആഘാതം പരമാവധി കുറയ്ക്കാൻ ഈ നിലപാട് കൊണ്ട് സാധിക്കും. മാത്രമല്ല അതാത് MLA-മാർക്ക് പേഴ്സണലായിട്ട് ഏതായത് കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ വോട്ട് നേടിയെടുക്കാൻ കഴിയും എന്ന് അറിയാവുന്നതുകൊണ്ട് ഒരു വലിയ പരിധി വരെ അവർക്ക് ഇതിനെ മറികടക്കാൻ പറ്റും. ഇനി കോൺഗ്രസിലെ വിഷയത്തെക്കുറിച്ച് 24 മണിക്കൂറിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞാൽ ആലങ്കാരികമായിട്ടാണ്. 24 മണിക്കൂർ കൃത്യം 23 മിനിറ്റ് കഴിഞ്ഞ് 23 മണിക്കൂർ കഴിഞ്ഞ് 59 മിനിറ്റും 59 സെക്കൻഡും ആകുമ്പോൾ പ്രഖ്യാപിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. ഇനിയിപ്പോൾ 36 മണിക്കൂറിലോ 48 മണിക്കൂറിലോ പ്രഖ്യാപിച്ചാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എനിക്ക് തോന്നുന്നു മിക്കവാറും സ്ഥാനാർത്ഥികളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഈ ഘടകകക്ഷികളുമായിട്ട് 1-2 സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെച്ച് മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളേ ഉള്ളൂ. പിന്നെ ജനുവിനായിട്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ K. സുധാകരൻ മത്സരിച്ചാൽ മതിയാവൂ എന്നൊരു വാശിയുമായിട്ട് രംഗത്തുള്ളത് മാത്രമാണ്. സുധാകരൻ്റെ ഒറ്റപ്പെട്ട പ്രശ്നമല്ല. സുധാകരന് സീറ്റ് കൊടുത്താൽ പിന്നെ മറ്റ് പലർക്കും കൊടുക്കേണ്ടി വരും. അതാണ് പ്രശ്നം. അപ്പോൾ സുധാകരനെ മത്സരിപ്പിച്ചാൽ പിന്നെ ഷാഫി പറമ്പിലിനെ D. കുര്യാക്കോസിനും വരെ മത്സരിപ്പിക്കേണ്ട അവസ്ഥ വരും. അടൂർ പ്രകാശിനെ നിർത്തേണ്ടതായിട്ട് വരും. അതുപോലെ കൊടിക്കുന്നിൽ സുരേഷ് സർവ്വതാ സന്നദ്ധരായി നിൽക്കുകയാണ്. ഏത് മണ്ഡലത്തിൽ വേണമെങ്കിൽ പുള്ളി നിൽക്കും. നമ്മൾ ഹൈക്കമാൻഡൊന്നും സമ്മതിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്ഥാനമോഹികളെ ഓരോ സ്ഥലത്ത് പരിഗണിക്കേണ്ടതായിട്ട് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഭഗീരഥ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വിജയത്തിലേക്ക് എത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 36 മണിക്കൂറിലോ 48 മണിക്കൂറിലോ പ്രഖ്യാപിച്ചാലും മതി. എൻ്റെ ഗോപികൃഷ്ണൻ ഇങ്ങനെയൊന്നും അല്ല കോൺഗ്രസ്സിൽ. AICC പ്രസിഡന്റ് തയ്യാറാക്കി ഒപ്പിട്ട സ്ഥാനാർത്ഥികളെ വെട്ടിത്തിരുത്തി വേറെ സ്ഥാനാർത്ഥികൾ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ മണ്ഡലത്തിലാണ് അതിനൊരു സ്ഥാനാർത്ഥി വന്നത്, അറിയോ? വടക്കേക്കര മണ്ഡലത്തിലാണ്. ഞങ്ങളുടെ മണ്ഡലം വടക്കേക്കരയായിരുന്നു. ഈ വടക്കേക്കര മണ്ഡലത്തിൽ KP ധനപാലൻ്റെ പോസ്റ്റർ അടുപ്പിച്ചു. അദ്ദേഹത്തിന് വേണ്ടി ചുമരെഴുതി. അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തകർ പ്രചരണം തുടങ്ങിയ സമയത്താണ് AICC പട്ടിക വെട്ടിത്തിരുത്തി MA ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി വന്നത്. മാർക്സിസ്റ്റ് കോട്ടയാണ് വടക്കേക്കര. അവിടെ MI ഷാനവാസ് അടക്കം പലരും മത്സരിച്ച് തോറ്റുപോയ സ്ഥലം.
വളരെയധികം പണം ചെലവഴിച്ച് മത്സരിച്ചിട്ടും തോറ്റുപോയ ആ മണ്ഡലത്തിൽ എം എ ചന്ദ്രശേഖരൻ സുഖമായിട്ട് പാട്ടും പാടി വെച്ചു. അദ്ദേഹത്തിന് മണ്ഡലത്തിൻ്റെ പല ഭാഗത്തും കാലെടുത്ത് ചവിട്ടാൻ പറ്റില്ലായിരുന്നു. കാരണം കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ ഓടിച്ചിട്ട് തല്ലുന്ന അവസ്ഥയായിരുന്നു. അദ്ദേഹത്തെ ആർക്കും അറിയില്ലായിരുന്നു. എന്നിട്ടും അദ്ദേഹം ജയിച്ചു. എന്താ വെച്ചാൽ അത്ര വലിയ ട്രെൻഡായിരുന്നു. പിന്നെ കരുണാകരൻ്റെ മറ്റ് ചില പൊടിക്കൈകളും ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ PDPക്കാരെ പൂർണ്ണമായിട്ട് സ്വാധീനിച്ചു, പല മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത്. അതേസമയത്ത് തന്നെ RSSകാരുടെ വോട്ട് കാശ് കൊടുത്ത് മേടിക്കുകയും ചെയ്തു. അങ്ങനെ കരുണാകരൻ അത്ര വലിയ ചാണക്യനായിരുന്നുണ്ടെന്ന് നടന്നു. ഇങ്ങനെയൊക്കെയുള്ള പല അഭ്യാസങ്ങളും നടന്നിട്ടുണ്ട്. സാധാരണ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക എപ്പോഴോ പൂർണ്ണമാവെന്നറിയോ? ഈ നോമിനേഷൻ പിൻവലിക്കുന്നതിൻ്റെ അവസാന മണിക്കൂറിലായിരിക്കും. അതുകൊണ്ട് അതൊന്നും സീരിയസ് ആയിട്ട് എടുക്കേണ്ടതില്ല. കോൺഗ്രസിൻ്റെ പട്ടിക നാളെ വന്നാലും മതി. പിന്നെ കോൺഗ്രസ്സിൽ നടക്കുന്ന ഈ ചക്കളത്തി പോരാട്ടവും പരസ്പരമുള്ള പൂലഭ്യം പറയില്ല, അതും കണക്കാക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ നേതാക്കന്മാർക്ക് മിക്കവർക്കും തന്നെ ജനങ്ങളുടെ മേൽ യാതൊരു സ്വാധീനവും ഇല്ല. അതാണ് കോൺഗ്രസിൻ്റെ പ്രത്യേകത. കുറച്ച് പേര് കതറിട്ട് ഞങ്ങൾ കോൺഗ്രസ്സാന്ന് പറഞ്ഞിങ്ങനെ നടക്കുക. അവർക്ക് ആർക്കും ജനങ്ങളുടെ ഇടയിൽ യാതൊരു സ്വീകാര്യതയില്ല, അംഗീകാരമില്ല. ഒരു മിനിറ്റ് കൂടി അനുവദിക്കാമെങ്കിൽ ഞാനൊരു പഴയ തമാശ പറയാം. ഒരു സീറ്റിൽ, വളരെ ബുദ്ധിമുട്ടുള്ളൊരു പാർലമെൻറ്റ് സീറ്റിൽ മത്സരിച്ച് ജയിച്ച ഒരു മെമ്പർ എന്നോട് പറഞ്ഞത്, ഇപ്പോഴല്ല കുറച്ച് കൊല്ലം മുമ്പാണ്. അദ്ദേഹം പറഞ്ഞത് 4 ഘടകങ്ങളാണ് എന്നെ ജയിപ്പിച്ചത്. ഒന്ന്, ഈ നാട്ടിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് 3 ടെലിവിഷൻ ചാനലുകൾ, അതിന് പേരെടുത്ത് പറഞ്ഞു. 2, ഈ സ്ഥലത്തെ ആ മണ്ഡലത്തിൻ്റെ പേര് പറഞ്ഞു. അവിടുത്തെ നല്ലവരായ SFIക്കാരും DYFIക്കാരും അവർ സ്വന്തം സ്ഥാനാർത്ഥിക്കെതിരായിട്ട് പരമാവധി പ്രവർത്തിച്ചു. 3, അവിടുത്തെ ലീഗുകാരും വേറൊരു പാർട്ടിയുടെ പേര് പറഞ്ഞു, ആ പാർട്ടിക്കാരും അവരെനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു. 4, എൻ്റെ പാർട്ടിക്കാരായ കോൺഗ്രസ്സുകാർ അവരെന്നെ തോൽപ്പിക്കാനായിട്ട് പരമാവധി ശ്രമിച്ചു. അതുകൊണ്ടാണ് ഞാൻ ജയിച്ചത്. ആദ്യം പറഞ്ഞ 3 ഘടകങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ജയിക്കുമായിരുന്നില്ല. ഈ 4ാമത്തെ ഘടകം ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ പാർട്ടിക്കാരെന്നെ തോൽപ്പിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടാണ് ഞാൻ ജയിച്ചത്. ഈ പറഞ്ഞാൽ ഒരു തരി പോലും അതിശയോക്തിയില്ല. ആളുടെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല എന്ന് മാത്രം. ശരി, ശ്രീ KJ ജേക്കബ്, ഈ കഴിഞ്ഞ ഈ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെ ആ സമയത്ത് ഉയർന്നു വന്ന വിവാദങ്ങൾ, ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയാണെങ്കിലും അതല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബാന്ധവത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളുമൊക്കെ, അത്തരത്തിലുള്ള വിവാദങ്ങൾ, രാഷ്ട്രീയ വിഷയങ്ങൾ, അതിനെയൊക്കെ ഏതാണ്ട് സെറ്റസൈഡ് എന്ന് പറയുന്ന പോലെ അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വികസനം മാത്രം ഞങ്ങൾ കേരളത്തിന് ചെയ്തിട്ടുള്ള, ഇപ്പോൾ കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനത്തിന് എത്തിയ ഗോവിന്ദൻ മാഷ്, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞത് കേരളം ഒരു അതിദരിദ്രമുക്ത സംസ്ഥാനമായിരിക്കുന്നു, 62 ലക്ഷം പേർക്ക് 2000 രൂപ ക്ഷേമ പെൻഷൻ നൽകിയിരിക്കുന്നു, 4 ലക്ഷം പേർക്ക് പട്ടയം നൽകി, 5 ലക്ഷം പേർക്ക് ലൈഫിലൂടെ വീട് നൽകി, PSCയിലൂടെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകി. ഇങ്ങനെ എന്തൊക്കെയാണ് ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട്, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ തുടർഭരണത്തിലൂടെ ഈ 10 വർഷം കൊണ്ട് കേരളത്തിൽ നടപ്പാക്കിയത്, ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് CPM സംസ്ഥാന സെക്രട്ടറി കടന്നത്. അപ്പോൾ ബാക്കി എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളും, ബാക്കി വിവാദങ്ങൾക്ക് ഒന്നിനും മറുപടി പറയേണ്ടതില്ല. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഉന്നയിച്ച ആരോപണങ്ങളാണെങ്കിലും വർഗീയ പരാമർശങ്ങളെ കുറിച്ചുണ്ടായിട്ടുള്ള വിമർശനങ്ങളാണെങ്കിലും അതൊന്നും ഇനി തൊടേണ്ടതില്ല, വികസനം മാത്രം നമ്മൾ തട്ടി നിന്നാൽ മതി എന്ന ഒരു നിലയിലാണോ ഇടതുമുന്നണി ഈ ക്യാമ്പയിനെ നയിക്കാൻ പോകുന്നത്? അങ്ങനെയാണ് കാണുന്നത്. ഞാനിത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം ഞാനത് എഴുതിയിരുന്നു. ഈ വികസനം എന്നുള്ളത് ഒരു നെസസറി കണ്ടീഷനാണ്, ഒരു സഫീഷ്യൻറ്റ് കണ്ടീഷനല്ല ഇലക്ഷൻ ജയിക്കാൻ. വികസനം മാത്രമാണ് കണക്കാക്കുന്നതെങ്കിൽ അടുത്ത 2 തെരഞ്ഞെടുപ്പ് ജയിക്കാൻ മാത്രമുള്ള കാര്യങ്ങൾ ഈ കഴിഞ്ഞ 2 LDF സർക്കാരുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ സമാനതകളില്ല എന്ന് ഞാൻ പറയും. എന്നെ വേറൊരു മുന്നണിക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് ഈ അതിദാരിദ്ര്യമുക്തം പരിപാടി. അതിൻ്റെ അകത്ത് ചിലപ്പം ചില പാളിച്ചകളുണ്ടാകും. പക്ഷേ ഏറ്റവും അവസാനത്തെ മനുഷ്യനെ അന്തസ്സോടുകൂടി ജീവിക്കാൻ വേണ്ടി വലിയ ശ്രമം സർക്കാർ നടത്തിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലോ ലോകത്തിലോ ഇത്തരം ഒരു എഫർട്ട് നടത്തിയ വേറൊരു സർക്കാർ സംവിധാനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. 5 ലക്ഷം മനുഷ്യരാണ് അന്തസ്സോടുകൂടി അവരവരുടെ വീടുകളിൽ താമസിക്കുന്നത്. 4.5 ലക്ഷം പട്ടയം, അത് ചെറിയ കാര്യമല്ലത്. അത്രയും മനുഷ്യർ, ഒരു 10-20 ലക്ഷം മനുഷ്യർ അവർ കിടന്നുറങ്ങുന്ന സ്ഥലം ആരും എടുത്തുകൊണ്ട് പോവില്ല എന്നുള്ള ഉറപ്പോടു കൂടി ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും വളരെ വലിയ കാര്യങ്ങളാണ്. അതൊന്നും ഇതൊക്കെ വെച്ച് 2 ഇലക്ഷൻ ജയിക്കാം. പക്ഷേ അതുകൊണ്ട് ഇലക്ഷൻ ജയിക്കണമെന്നില്ല. ഇലക്ഷൻ ജയിക്കുന്നത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇടതുമുന്നണിക്കൊരു തോന്നലുള്ളത് ഈ ഭരണം എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പൊളിറ്റിക്സ് എന്നുള്ളത് അതിൻ്റെ ബൈ പ്രോഡക്റ്റാണ് എന്നുള്ള മറ്റൊരു, ഞാനത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞാൻ എഴുതിയതാണ്. രാഷ്ട്രീയത്തിൻ്റെ ബൈ പ്രോഡക്റ്റാണ് ഭരണം.
അതല്ലാതെ ഭരണത്തിന് ബൈ പ്രോഡക്റ്റ് അല്ല രാഷ്ട്രീയം. അത് ചിലപ്പോഴെങ്കിലും വോട്ടിന് വേണ്ടിയിട്ടുള്ള കോംപ്രമൈസുകൾ ഇടതുമുന്നണി നടന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനത് എഴുതിയത്. പൊളിറ്റിക്സ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് ചിലപ്പോഴെങ്കിലും അത് CPM മറക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് സത്യത്തിൽ കോൺഗ്രസ്സിന് അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ UDFന് സൗകര്യപ്രദമായിട്ട് വരുന്നത്. ഇപ്പം ശ്രീകുമാർ നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ നോക്കണം, അദ്ദേഹം പറയുന്നത് മുഴുവൻ CPMനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ എളുപ്പമാണത് പറയാൻ വേണ്ടിയിട്ട്. വയനാട്ടിൽ എന്താ നിങ്ങൾ വീട് പണിയാത്തതെന്ന് ചോദിച്ചാൽ സർക്കാർ സ്ഥലം തന്നില്ല എന്ന് ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇമാതിരിയുള്ള കാര്യങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ അവർക്ക് പലപ്പോഴും പറ്റുന്നത്, UDFന് പലപ്പോഴും പറ്റുന്നത്, അതല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം സാധാരണഗതിയിൽ നോക്കും. കോൺഗ്രസിൽ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ കോൺഗ്രസിന് ഏറ്റവും അവസാനമാണ് ഇതൊക്കെ നടക്കാറ്. അതിനൊരു പുതുമയില്ല എന്ന് മാത്രമല്ല, അതൊന്നും ജനവിധിയെ ബാധിക്കാറുമില്ല. പക്ഷേ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? എന്തിനാണ് ഞങ്ങൾ 24 മണിക്കൂറുകൾക്കുള്ളിൽ ചർച്ച ചെയ്ത് തീർക്കുക? എന്തിനാണ് ഈ മണ്ടത്തരം ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്? പ്രതിപക്ഷത്തിരുന്ന് പരാജയപ്പെട്ടാലും UDFനൊരു പ്രശ്നമില്ല, ആരും ചോദിക്കാനില്ല. പക്ഷേ LDFന് അതല്ല. LDFൻ്റെ പൊളിറ്റിക്സ് മനുഷ്യർ നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമാണ് ഇപ്പം കണ്ണൂരിൽ നിന്ന് ഞാൻ കണ്ടത്. ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളിലൊന്നും ഞാനത് കാണുന്നില്ല. പക്ഷേ കണ്ണൂരിൽ അദ്ദേഹം പറഞ്ഞതിനകത്തൊരു പ്രശ്നമുണ്ട്. ആ കമ്മിറ്റികളിലിരുന്ന കമ്മ്യൂണിസ്റ്റുകൾ എതിർത്തതാണ് എങ്കിൽ, കമ്മ്യൂണിസ്റ്റുകാരുടെ ജനാധിപത്യ ബോധത്തിനെ മറികടന്നാണ് തീരുമാനമെടുത്തതെങ്കിൽ അതിൽ കേരളത്തിനൊരു പ്രശ്നമുണ്ടാവും. അതൊരു വളരെ ലഘുവായിട്ട് എടുത്തു കളയാൻ പറ്റുന്ന കാര്യമല്ല. ഭരണത്തിൻ്റെ മികവ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് അധികാരത്തിലേക്ക് വരാൻ പറ്റില്ല. അത് ഇപ്പം മാത്രമല്ല, നമ്മളിത് നേരത്തെയും കണ്ടിട്ടുണ്ട്. ഭരണം വേണം, ഭരണം നന്നായിട്ട് ഭരിക്കണം, അതിനാണ് സർക്കാരുകളെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഭരണം മാത്രം വെച്ചിട്ട് അധികാരത്തിലേക്ക് തിരിച്ചു വരാം എന്ന് കരുതുന്നത് മണ്ടത്തരമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതൊരു നെസസറി കണ്ടീഷനാണ്. അതുകൊണ്ട് മാത്രം തിരഞ്ഞെടുപ്പ് ജയിക്കാം എന്നുള്ളത് നടക്കുന്നത് മനുഷ്യർക്ക് ബോധ്യമാകണം. ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ ഒരു രാഷ്ട്രീയത്തിൻ്റെ മേന്മ കൊണ്ടാണ് എന്ന് മനുഷ്യർക്ക് ബോധ്യമായേ പറ്റൂ. അതിൽ ചിലയിടത്തെങ്കിലും LDF കോംപ്രമൈസ് ചെയ്തുവെന്ന് LDFന് വോട്ട് ചെയ്ത ആളുകൾ വിശ്വസിച്ചു. അതുകൊണ്ടാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ തോറ്റത്. അതിലെത്രത്തോളം അമെൻമെൻറ്റ് വരുത്താൻ, അതിലെത്രത്തോളം കോഴ്സ് കറക്ഷൻ വരുത്താൻ LDF തയ്യാറായിട്ടുണ്ട് എന്നെനിക്കറിയില്ല. ശരി, ഭരണത്തിൻ്റെ മികവ് കൊണ്ട് മാത്രം അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും എന്ന് വിചാരിക്കുന്നത് ബുദ്ധിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ശരി ശ്രീകുമാർ സാർ, എനിക്ക് 2 കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒരു ഇടവേളയുണ്ട് അതിന് മുൻപ്. അതായത് ഒന്ന്, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വികസനമാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് മുന്നോട്ട് വെക്കുന്നതെന്ന് ഇടതുമുന്നണി കരുതുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതാണ് അവരുടെ നീക്കമെങ്കിൽ അതിനെങ്ങനെയാണ് UDF പ്രതിരോധിക്കാൻ പോകുന്നത്? രണ്ടാമത്തെ കാര്യം, MMC എന്നൊരു വാക്ക് പ്രധാനമന്ത്രി, അതായത് BJPയുടെ കേരളത്തിലെ സാന്നിധ്യം, അവരുടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് അവരുടെ ഇടപെടലിനെ കുറിച്ചാണ് എൻ്റെ ചോദ്യം. അതായത് ഒരു മാവോവാദി, പിന്നെ മുസ്ലിം ലീഗ്, മാവോയിസ്റ്റ് കോൺഗ്രസ് എന്ന ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിഫലിക്കുമോ എന്നുള്ളതാണ്. ശ്രീകുമാർ സാർ, താങ്കൾക്ക് പറയാം. നോക്കൂ ശ്രീ ഗോപികൃഷ്ണൻ, ഒരു ഗവൺമെൻറ്റിൻ്റെ തുടർഭരണം വേണ്ട എന്ന് ആ ഗവൺമെൻറ്റിനെ നയിക്കുന്ന മുഖ്യ പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കളും ഒരു ഘട്ടം കഴിഞ്ഞാൽ തീരുമാനിച്ചാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഭരണ നിർവഹണമുണ്ട്, എക്സിക്യൂട്ടീവ്, അതൊരു തുടർച്ചയാണ്, അത് ഏത് ഗവൺമെൻറ് വന്നാലും. പക്ഷേ രാഷ്ട്രീയ നേതൃത്വമുണ്ട്. ആ രാഷ്ട്രീയ നേതൃത്വത്തിന് അഴിമതിയും അതുപോലെ തന്നെ അഹങ്കാരവും ധൂർത്തും സ്വജനപക്ഷപാതവും ക്രമസമാധാന പ്രശ്നവും അതുപോലെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിലൊക്കെ വീഴ്ച വന്നാൽ അതാണ് ഒരു ഭരണമുന്നണിയെ വീണ്ടും അധികാരത്തിലേറ്റണോ പ്രതിപക്ഷത്തിലെത്തണോ എന്ന് ചിന്തിക്കേണ്ടത്. ഇവിടെ ശ്രീ ജേക്കബ് പറഞ്ഞ വളരെ ശരിയാണ്. കാരണം രാഷ്ട്രീയ നേതൃത്വത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ഇപ്പോൾ തീരെ മതിപ്പില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നം പാർട്ടിക്കുള്ളിൽ തന്നെ വരുന്നത്. ഈ തുടർഭരണം ഫാസിസ്റ്റ് പാർട്ടിക്ക് ആപത്താണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അന്ന് നമ്മളെല്ലാവരും എന്താ വെച്ചാൽ ഈ പിണറായി വിജയനെ പുകഴ്ത്തുന്നതിന് പകരം അദ്ദേഹത്തെ വിമർശിക്കാൻ ആരും ഇല്ലാത്തതാണ് ഏറ്റവും വലിയൊരു അപജയം സംഭവിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ഗോവിന്ദൻ മാഷ് ഇപ്പോൾ പറയുകയാണ് വർഗ്ഗവഞ്ചകനാണ് TK ഗോവിന്ദൻ എന്ന്. പാർട്ടി വിടുന്നു പറഞ്ഞപ്പോൾ വർഗ്ഗവഞ്ചകനായി. പക്ഷേ ഈ പാർട്ടി അവരുടെ പ്രവർത്തകരെയും നേതാക്കളെയും ചതിക്കുന്നില്ലേ? പാർട്ടി ചതിക്കുന്നില്ല. അതെന്താ അവർ പറയാത്തത്? പാർട്ടി നേതൃത്വം നേതാക്കളെ ചതിക്കുന്നുണ്ട്, പ്രവർത്തകരെയും ചതിക്കുന്നുണ്ട്. അപ്പോൾ നേതാക്കൾ വർഗ്ഗവഞ്ചകരാണോ അണികളെ ചതിക്കുന്നത്? അതൊരു ഉദാഹരണം പറയാൻ വെച്ചാൽ, ഇന്ന് ശ്രീ TK ഗോവിന്ദൻ പറഞ്ഞ ഒരു കാര്യം, ഞാൻ പാർട്ടി വിടാൻ തീരുമാനിച്ചത് എല്ലാ നേതാക്കളോടും പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടാണ് ആരും വരെ അദ്ദേഹത്തെ തടുത്തു നിർത്താത്തതെന്ന്? എന്തുകൊണ്ടാണ്? കാരണം ഇങ്ങനെ ഒരാൾ പാർട്ടിക്കുള്ളിൽ നിന്ന് ചോദ്യം ചെയ്താൽ പുറത്തു പോക്കറ്റ് ധരിച്ചുകൊണ്ടല്ലേ. പുറത്തു പോകണം, ശ്രീ സുധാകരൻ പുറത്തു പോകണം.
ചോദ്യം ചെയ്യുന്നവർ പുറത്തു പോകണമെന്നുള്ള പാർട്ടിയുടെ ആവശ്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ നേരത്തെ നമ്മൾ സ്ഥാനാർത്ഥികളെ കുറിച്ച് പറഞ്ഞല്ലോ, ഞാൻ എന്തുകൊണ്ടാണ് CPM-നെ കുറിച്ച് കൂടുതൽ പറഞ്ഞത്? ഇന്നലെ വൈകുന്നേരം നമ്മൾ ചർച്ച ചെയ്തതല്ല ഇന്ന് CPM അനുഭവിക്കുന്ന ദുരന്തം. കാരണം ഇന്ന് 2 സ്ഥാനാർത്ഥികളല്ല പ്രശ്നം. ശ്രീ ഗോപികൃഷ്ണൻ, ചിഹ്നമാണ്, അടയാളമാണ്. UDF-ഉം LDF-ഉം. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്ത് പ്രകടനം CPM നടത്തിയെങ്കിൽ ഇന്ന് രാവിലെ കേരളത്തിലെ എല്ലാ വീട്ടുമുറ്റത്തും പറന്നു വീണ പത്രത്തിലെ പരസ്യമുണ്ട് UDF-ന്റെ. ആ പരസ്യം കൊണ്ട് ഒരുപാട് UDF പ്രവർത്തകർക്ക് ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. ഇന്നലെ LDF പ്രവർത്തകർക്ക് ആത്മവിശ്വാസം വന്നു എന്നല്ല ശരിയാ, പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോൾ തിരിച്ച് UDF പ്രവർത്തകർക്ക് ആത്മവിശ്വാസം വന്നു. പബ്ലിസിറ്റിയൊക്കെ ഇങ്ങനെയൊക്കെ പോകും, പക്ഷെ ജനങ്ങളുടെ മുന്നിൽ കാര്യമുണ്ട്. അത് രാഷ്ട്രീയ നേതൃത്വത്തെ പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെക്കാൾ വളരെ പ്രധാനമാണ് ജനങ്ങളുടെ വിശ്വാസം ആരിലാണ് അർപ്പിക്കാൻ പോകുന്നതെന്ന്. അത് ഇനിയിപ്പോൾ നമുക്ക് 10-22 ദിവസം അകലെയാണ് നമ്മുടെ വോട്ടെടുപ്പ് ഉള്ളത്. വളരെ സജീവമായി മാറാൻ പോകുന്ന നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗം. അതിനിടയിൽ ഉണ്ടായിരിക്കുന്ന വിമത നീക്കങ്ങൾ, അസ്വാരസ്യങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.